ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു മൈനിങ് ഏരിയ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ മൈനിങ് ഏരിയ ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ ഇവിടെയായിട്ട് കണ്ടോ ഗൈസ്, നമ്മൾ റിഫ്ലക്ഷൻ നല്ല സൺസെറ്റൊക്കെ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൺസെറ്റ് കാണാൻ വന്നതാണ്. എൻ്റെ വീട് നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത എപ്പിസോഡുകളൊക്കെ വരും. എപ്പിസോഡുകളൊക്കെ ഡെക്കറേഷനൊക്കെ ആയിരിക്കും. ഇതിന് മുന്നേ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആ എപ്പിസോഡാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇട്ടിട്ട് നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. സോ നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു മൈനിങ് ഏരിയ ആണെന്ന് പറഞ്ഞല്ലോ ഗൈസ്. അപ്പം മൈനിങ് ഏരിയയിലോട്ട് നമ്മൾ വലിയ ഡെക്കറേഷൻസ് ഒന്നും കൊണ്ടുവരുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ളൊരു മൈനിങ് ഏരിയ ആണ്. പക്ഷേ നമ്മൾ ചെറിയ രീതിക്ക് ഭംഗിയുള്ളതാക്കി കൊണ്ടുവരും. ചിലപ്പോൾ ഒരു ഭംഗിയില്ലാത്തതായിരിക്കും. അപ്പോൾ നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഗായ്സ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈനിങ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 3 ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ഷുഗർ കെയിൻ ഒരു സ്ക്യൂഡ് ചത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇത് വെച്ചിട്ടുണ്ട്. നമ്മളെ കണ്ടോ സ്റ്റോറേജ് റൂമിൻ്റെ ഇതാണ് പ്ലാങ്കാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷുഗർ കെയിൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആ സ്റ്റോറേജ് റൂം സെറ്റ് ചെയ്യുമ്പോൾ വലുതായി വന്നത് നമ്മൾ എന്താ 2 ബ്ലോക്ക് ഹൈറ്റിൽ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് പോയതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് അല്ല മൈനിങ്ങിൻ്റെ പരിപാടിയിലോട്ട് പോവാം. മൈനിങ് ഏരിയയുടെ പരിപാടിയിലോട്ട്. മൈനിങ് ഏരിയ സിമ്പിളാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ മൈനിങ് ഏരിയ ഉണ്ടെങ്കിൽ നെതറിൽ പോകാനാണ് ഗൈസ്. മൈനിങ് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിച്ച് ഒബ്സിഡിയൻ കിട്ടണ്ടേ ഗൈസ്. ഒബ്സിഡിയൻ വേണം. ഒബ്സിഡിയൻ അല്ലെങ്കിൽ നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതാക്കുന്നത് പോലെ അല്ലല്ലോ ഗൈസ്. എന്താ പറയുക ഗൈസ്, ഇതുപോലെയല്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല. ഈസി ആയിട്ട് കളിക്കുമ്പോൾ രസമില്ല ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് ഗൈസ് നമ്മളൊരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് റെഡ് സ്റ്റോണും വേണം ഗൈസ്. നമുക്ക് ഓരോ ഫാമുകളും ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഓരോ ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം. അതുവരെ നമ്മൾ പുറത്ത് വെച്ച ആ മാനുവൽ ഫാം ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ അവിടെ പോയിട്ട് ഒരു ചെസ്റ്റ് അങ്ങ് ഓപ്പൺ ചെയ്താൽ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ ഇതാണ്. ഇനി ഇവിടെ ആയിട്ട് വെച്ചാൽ ഭംഗി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഭംഗിയില്ല എന്നാണ് തോന്നുന്നത്. ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. അപ്പോൾ ഡെക്കറേഷൻസ് അധികമായാലും പ്രശ്നമാണ്. ഇത് ഡെക്കറേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൈനിങ് ഏരിയ കുറച്ച് ഒരു ബ്ലോക്ക് മടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭംഗി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്നില്ല. ഇവിടെ പ്ലാങ്ക് തന്നെ തിരിച്ച് വെക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനിങ്ങിലോട്ട് പോകണം. മൈനിങ് പോയിട്ട് ഇന്ന് തന്നെ നമുക്ക് ഇവിടെ സോർട്ടൊക്കെ ചെയ്ത് വെക്കണം. എന്തൊക്കെയാണ് വെക്കേണ്ടതെന്നും ഒക്കെ നമുക്കിവിടെ സോർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ മൈനിങ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ടൈം സ്ലാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് സോർട്ട് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് മൈനിങ് ടൈം സ്ലാപ്പിലോട്ട് പോവാം. ഫൈനലി ഗായ്സ്, മൈനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളമായാണ്, കടലുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഒരു സൈഡിലോട്ടൊക്കെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ വെള്ളം മൂടേണ്ടി വരും. അപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് 3 കോപ്പർ ഓറാണ്. വേറെ ഒന്നും കിട്ടിയില്ല. ഒരു അയൺ പോലും കിട്ടിയില്ല ഗൈസ്. ഒറ്റൊരു അയണും ഒരു കോള് പോലും കിട്ടിയില്ല. അപ്പോൾ ഇനി നല്ല അടിയിലോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എത്ര ലെവല് 58ആണ്. ഇവിടെ 58ആണ്. 58 അത്ര വലിയ ഉയരമൊന്നുമല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോർട്ട് ചെയ്ത് തുടങ്ങാം. ഇവിടെ ആയിട്ട് കല്ല് കാര്യങ്ങൾ സ്റ്റോൺസ് എല്ലാം ഇവിടെ വെക്കട്ടെ.
അതിൻ്റെ അപ്പുറത്തെ പെട്ടിയിൽ ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ വെക്കാം. അവിടെ ആയിട്ട് ഓർസൊക്കെ വെക്കാം. കാരണം ഓറില്ല, റോയെ കിട്ടത്തുള്ളൂ. ഓറ് സിൽക്ക് ടച്ച് വേണം കൈ. സിൽക്ക് ടച്ച് ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്കൊരു ട്രേഡിങ്ങുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് എപ്പിസോഡ് ഇനിയും കാണാൻ കിടപ്പുണ്ട്. അതിൽ സാൻഡി ഗ്രാവൽ ഐറ്റംസ്, ഇതിൽ മോബ് ലൂട്ട്സ്, ഇതിൽ നമ്മളെ ക്രോപ്സ്, അതേപോലെ സാപ്ലിങ്സ്, അതേപോലെ ഇതിലായിട്ട് നമ്മൾ വുഡ് ഐറ്റംസൊക്കെ വെക്കുന്നു. പിന്നെ ഇതിലായിട്ട് ടൂൾസ്. ഓക്കെ, നമ്മൾ ടൂൾസ് നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് ടൂൾസ് പൊട്ടാറായതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ചെസ്റ്റിലോട്ട് മാറ്റി വെക്കുക കൃത്യമായ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ മൈനിങ് ഏരിയ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഡോർ വെക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡോറ് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഫെൻസ് ഗേറ്റ് വെച്ചാലും മതിയാകും. ഓക്കെ, നമുക്ക് നൈറ്റ് ആയിട്ടുണ്ട്. വേറെ ആരെങ്കിലും സ്പോൺ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് കയറി കിടക്കാം. പിന്നെ 2 ഗൺ പൗഡർ കൂടിയുണ്ട്, അതും കൂടി വെച്ചേക്കാം. മറ്റേ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, കാണിച്ചു തരാൻ മറന്നു പോയതാണ് ഗൈസ്. അപ്പോൾ അതും കൂടി മോബിലോട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോർട്ടിങ് പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു പാത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ എനിക്കൊരു മോബ് ഫാം സെറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ മോബ് ഫാമിനായിട്ടുള്ള ഹോപ്പറിനുള്ള അയണമൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ മോബ് ഫാം ഇപ്പോൾ നമ്മളൊന്നും പറയുന്നില്ല ഗൈസ്. മോബ് ഫാമായി വേണ്ടിട്ട് നമുക്കൊരു കോപ്പിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കണം എന്നുണ്ട്. ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഫാമിൻ്റെ ഒരു ഐഡിയ കിട്ടണം ഗൈസ്. ഒരു ഫാം ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കണം. അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ വലിയ സാൽമണോ, കുട്ടി സാൽമണോ ഉണ്ടല്ലോ, ഇവരൊക്കെ കൊല്ലാൻ ഗൈസ്. നമുക്ക് കേട്ടില്ല, 2 ഒപ്പം കൊല്ലാം. 2 ചത്തു. ഈ ഒരു കുട്ടി സാൽമൺ ഉണ്ടായിരുന്നില്ല, എവിടെ പോയി ഗൈസ്? അതാ ഇവരെ കൂടെ ഒന്നും കൊല്ലാം. ഇവരൊക്കെ പിടിച്ചിട്ട് നമുക്കൊരു ഇവരല്ല ഗൈസ്, നമുക്ക് ട്രോപ്പിക്കൽ ഫിഷിനെ ഗൈസ് അതൊക്കെ ഉൾക്കടലിലായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാം ഗൈസ്.